നിന്നെ മുൻനിർത്തി, നിൻ്റെ മക്കളെ മുൻനിർത്തി, നിൻ്റെ പങ്കാളിയെ മുൻനിർത്തി ദൈവം ചില പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നടപ്പിലാകും. അതെ, ഉറപ്പ്, നടപ്പിലാകും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം പ്രവചനദൂതായി നിങ്ങളുമായി ഞാൻ പങ്കുവച്ചു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്ന, അർത്ഥാൽ നിങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തു, നടപ്പിലാക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. വലിയ ബാധ്യത എന്ന പിശാചിൻ്റെ പദ്ധതി നടപ്പിലുമായി. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, വലിയ പ്രോഫിറ്റ്, ഒരു നീക്കിയിരിപ്പ്, ഒരു നല്ല പേര്, ഇതൊക്കെയായിരുന്നു നിങ്ങൾ പദ്ധതികൾ വിഭാവനം ചെയ്തപ്പോൾ കണ്ട റിസൾട്ട്. ആ ബിസിനസ് നടന്നാൽ, ആ കാര്യം നടന്നാൽ, അവിടെ എത്തിയാൽ, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ, അല്ലേ, പേരുണ്ടാകും, പെരുമയുണ്ടാകും, കുറച്ച് നീക്കിയിരിപ്പുണ്ടാകും, കുറേ സ്വപ്നങ്ങൾക്കൊക്കെ പൂർത്തീകരണം വരുത്തുവാൻ കഴിയും. പക്ഷേ നിവൃത്തിയായത് നിങ്ങളുടെ ആലോചനയല്ല, പിശാചിൻ്റെ ആലോചന. എന്താണ്? നിങ്ങളെ കടക്കാരാക്കി മാറ്റി. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പറയുന്നത് കേട്ട് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി. നാണം കെട്ടു തോറ്റമ്പി നിൽക്കുന്ന നിങ്ങളോട് തന്നെ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ്. അപ്പം നിങ്ങൾ മുൻകൈ എടുത്ത് തുടങ്ങിയ പദ്ധതികൾ പരാജയപ്പെട്ടു പോയിരിക്കാം, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയേക്കാം. എന്നാൽ ദൈവം നിങ്ങളെ മുൻനിർത്തി ചില പദ്ധതികളെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിയ സിസ്റ്റർ, നിൻ്റെ ഭർത്താവിനെ മുൻനിർത്തി ദൈവം ചില പദ്ധതികളെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രിയ ബ്രദർ, നിന്നെ മുൻനിർത്തി, നിൻ്റെ ഫാമിലിയെ മുൻനിർത്തി ചില പദ്ധതികളെ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ മുൻനിർത്തി, ശുശ്രൂഷക നിങ്ങളെ മുൻനിർത്തി ചില പുതിയ പദ്ധതികൾ, പുതിയ തികച്ചും നൂതനമായ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, തികച്ചും പുതിയ പദ്ധതികളെ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ പദ്ധതി എന്നിലൂടെ നടപ്പിലാകണം? ഓ, താങ്ക് യു ലോർഡ്. അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-14 വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തൻ്റെ ഒരു പ്ലാനിനെ കുറിച്ച് ദൈവം നോഹയോട് പറയുകയാണ്. സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. വലിയ പ്രശ്നം മുൻപിൽ ഉണ്ടാകുവാൻ പോകുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവകോപത്തിന് കാരണം അവർ അതിക്രമം നടന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ചിലതൊക്കെ നശിപ്പിക്കപ്പെടും. അത് പലപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടായിരിക്കണമെന്നില്ല. പലപ്പോഴും നമ്മൾ കരുതും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ലോകം പലപ്പോഴും അങ്ങനെ ആക്കി തീർക്കാറുണ്ട്. നോ, നീ ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തയ്ക്കണം എന്നിങ്ങനെ. നോക്കൂ, ഒരു വലിയ നാശം ഒരു വശത്ത്, ഇപ്പുറത്ത് ദൈവം ഒരു പദ്ധതി നോഹ എന്ന ഭക്തനെ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭക്തനിലൂടെ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവം പോവുകയാണ്. ആ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം നോഹയും കുടുംബവും രക്ഷപ്പെടണം. നോഹയും തന്നിലൂടെ കുടുംബവും രക്ഷപ്പെടണം. നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുന്ന ഒരു പദ്ധതി എൻ്റെ ദൈവം നിന്നിലൂടെ നടപ്പിലാക്കുവാൻ പോകുന്നു. പ്രിയ ബ്രദർ, സിസ്റ്റർ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുന്ന ഒരു പദ്ധതി. മക്കളെ, നീയും നിൻ്റെ കുടുംബവും നിൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം വരുന്ന ഒരു പദ്ധതി. നിൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുവാൻ, നീ ഇന്നായിരിക്കുന്ന നിലയിലേക്ക് എത്തുവാൻ ഒരുപാട് നഷ്ടപ്പെട്ട പലതും, പല സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞ അവരുടെ ആ നഷ്ടത്തിന് അറുതി വരുന്ന, അവരുടെ സന്തോഷം അധികമായി തീരുന്ന ഒരു പദ്ധതി, മാതാപിതാക്കൾ നിനക്ക് വേണ്ടിയെടുത്ത എഫേർട്ടിന് ഫലമുണ്ടാകുന്ന ഒരു പദ്ധതി നിന്നിലൂടെ എൻ്റെ ദൈവം നിവർത്തിക്കുവാൻ പോകുന്നു. ഓ, താങ്ക് യു ലോർഡ്. ദൈവിക പദ്ധതികളുടെ നടത്തിപ്പുകാരായി പ്രിയ പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, ദേശത്തിൽ മ്ലേച്ഛത പെരുകുമ്പോൾ മദ്യപന്മാരെയും ലഹരികൾ ഉപയോഗിക്കുന്നവരെയും അങ്ങനെയുള്ളവരെ കൊണ്ട് ദേശം നിറയുമ്പോൾ തിരിച്ചറിയ്, നിന്നിലൂടെ ദൈവം ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുവാൻ പോകുന്നു. നിന്നെ മുൻനിർത്തി ബ്രദർ, നിന്നെ മുൻനിർത്തി സിസ്റ്റർ, നിന്നെ മുൻനിർത്തി മാതാവേ, പിതാവേ, നിന്നെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിന്നെ മുൻനിർത്തി, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന മക്കളെ നിങ്ങളെ മുൻനിർത്തി ദൈവം ഒരു പദ്ധതിക്ക്
നിവർത്തി വരുത്തുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ആ ഒരു പദ്ധതിയിലേക്ക് ദൈവം നോഹയെ കൊണ്ടുവരിക. നോക്കൂ, കൊറോണ സമയത്ത് ഒരു സഹോദരൻ, വിദേശ രാജ്യത്തൊരു കമ്പനിയിൽ ഹെൽപ്പറായി ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ഭയങ്കരമായൊരു പ്രതിസന്ധി. അറിയാമല്ലോ, വിദേശത്തൊന്ന് ജോലി നഷ്ടപ്പെട്ട് വരുന്ന മനുഷ്യരുടെ അവസ്ഥ. ആ സമയത്താണ് ആ സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന്, ഈ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് വലിയൊരു പ്രശ്നമുണ്ട്. നാട്ടിൽ വന്നാലും കുറേ ദിവസം മറ്റ് ജോലികൾ ചെയ്യാനും നാട്ടിലുള്ള ജോലികൾ ചെയ്ത് പോകാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒന്ന് ആളുകൾ വിചാരിക്കുന്നത് വിദേശത്തുനിന്ന് ജോലി ഇല്ലാതെ വന്നാലും എന്തോ കൊണ്ടുവന്നു, ഇനി അത് ചിലവഴിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ്. വരുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുകയാണോ? അവർ വിചാരിക്കുന്നത് പോലെ കൊണ്ട് മാത്രമേ നീ വരത്തുള്ളൂ. ആമേൻ. വെറും കൈയോടെ നീ വരത്തില്ല സിസ്റ്ററെ. നിൻ്റെ ഭർത്താവ് അങ്ങനെ വെറും കൈയോടെ വരത്തില്ല. ആമേൻ. അപ്പം ഞാൻ ആ സഹോദരനെ കുറിച്ച് പറയട്ടെ. അപ്പോൾ വലിയ പാടാണ്. ഇവിടെ വന്നിട്ടും ഗൾഫിൽ ഹെൽപ്പറായിട്ട് നിന്നതാണ്. അപ്പോൾ നാട്ടിലെ കാര്യം അറിയാമല്ലോ. ബംഗാളികളൊക്കെ മെയിൻ ആൾക്കാരായി മാറിയ കാലത്ത് ഹെൽപ്പർമാരൊക്കെ വലിയ പാടാണ്. അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്നു, ജോലിയൊന്നുമില്ല, സങ്കടത്തോടെ ആയിരിക്കുന്നു. അപ്പോൾ തൻ്റെ വീട്ടിനോട് ചേർന്ന് ഒരാൾ കുറച്ച് സ്ഥലം വാങ്ങുന്നു, അവിടെ ഒരു വീട് വയ്ക്കുന്നു. പുള്ളി പുറത്താണ്. അപ്പോൾ പുള്ളിയുടെ പ്രായം ചെന്ന മാതാപിതാക്കളാണുള്ളത്. അപ്പോൾ ഈ പുള്ളി വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഈ പുള്ളിയെ ഹെൽപ്പിന് വിളിക്കുന്നു. ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പുള്ളി ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മനോഹരമായി പൂർത്തീകരിച്ചു. ഞാൻ പറയട്ടെ, ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷം ആകുന്നു എന്ന് തോന്നുന്നു. പുള്ളി ആ ദേശത്തിലെ അല്ലെങ്കിൽ ആ പട്ടണത്തിലെ ഏറ്റവും പേരുള്ളൊരു കോൺട്രാക്ടറായി മാറി. ആമേൻ. നോക്കൂ, ഒരു വലിയ നഷ്ടത്തെ തുടർന്ന് ആ പുള്ളി ആയിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉറച്ചു നിന്നു. ദൈവം ആ ദേശത്തിൽ ചില പുതിയ പദ്ധതികളെ തന്നിലൂടെ നടപ്പിലാക്കി. ആമേൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നിന്നിലൂടെ നീ പ്രതീക്ഷിക്കാത്ത ചില പുതിയ പദ്ധതികൾക്ക് ദൈവം നിവർത്തീകരണം വരുത്തുവാൻ പോകുക. പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറാണോ? ആമേൻ. നോഹ ആ കാലഘട്ടത്തിൽ നീതിമാനായിരുന്നു. ആമേൻ. കാലഘട്ടം ഏതായിരിക്കുമ്പോഴും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അകൃത്യം കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാവരും പാപം ചെയ്ത്. പക്ഷേ നോഹ നീതിമാനായിരുന്നു. സാഹചര്യം പാപം ചെയ്യുവാൻ, തോന്നിയതുപോലെ നടക്കുവാൻ നിങ്ങൾക്ക് വഴി വയ്ക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുക. അപ്പോൾ അതിന് പലപ്പോഴും പലർക്കും കഴിയാറില്ല. എങ്ങനെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിയും? പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അതിന് കഴിയും. നിരന്തരമായ വചനധ്യാനം നമ്മെ അതിനായി ഒരുക്കും. നിങ്ങൾക്കറിയാമല്ലോ, ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രതിദിന വചന പരമ്പരയുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. കൂടെ യാത്ര ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ സഭയുടെ മീറ്റിങ്ങുകളുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപവസിക്കാൻ പറ്റും. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഏത് സാഹചര്യത്തിലും തുടരുവാൻ കഴിയും. സഹോദരി, അവരെല്ലാം കുഴപ്പക്കാരായതുകൊണ്ട് പാസ്റ്റർ ഞാനും നോ. ദൈവം ഇഷ്ടപ്പെടുന്ന ചില പദ്ധതികളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നിലവാരത്തിൽ നിനക്കായിരിക്കുവാൻ കഴിയും. മക്കളെ, കൂട്ടുകാരങ്ങനെയാണ്, അവരൊക്കെ അങ്ങനെ. നോ, നിനക്ക് ആ നിലവാരത്തിലായിരിക്കുവാൻ കഴിയും. നോക്കൂ, അതിൻ്റെ റിസൾട്ട് എന്താണ്? ആ പദ്ധതിയുടെ റിസൾട്ട് എന്താണ്? 8-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടകം അറാറത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ചു. താഴ്വരയിൽ നിന്ന് തുടങ്ങി പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ചൊരു പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി എന്താ? അത് തുടങ്ങിയത് താഴ്വരയിൽ നിന്ന്. ചിലപ്പോൾ തുടക്കം താഴെ നിന്നായിരിക്കും, അങ്ങ് താഴെ നിന്നായിരിക്കും തുടങ്ങുന്നത്. ആ സഹോദരൻ അവിടെ പോയി നോക്കി വീടിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് തുടങ്ങിയതുപോലെ. പക്ഷേ വേഗത്തിൽ പെട്ടകം അറാറത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ ഉറച്ചു. ഞാൻ പറയട്ടെ, നീ ഇന്നായിരിക്കുന്ന ആ താഴത്തെ അവസ്ഥയിൽ നിന്ന് ഉയരത്തിലേക്ക് എൻ്റെ ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. ആ ഉയരത്തിലേക്ക്, തൊഴിലിടത്തിലെ ആ ഉയരത്തിലേക്ക്, കുടുംബജീവിതത്തിലെ ആ ഉയരത്തിലേക്ക്, ആത്മീയ ജീവിതത്തിലെ ആ ഉയരത്തിലേക്ക്, ആ ബിസിനസ് മേഖലയുടെ ആ ഉയരത്തിലേക്ക്, ശുശ്രൂഷയിലെ ആ ഉയരത്തിലേക്ക് നീ എത്തപ്പെടുവാൻ പോകുക. നീ അവിടെ ഉറയ്ക്കുവാൻ പോകുക. വചനം പറയുന്നു, പെട്ടകം അറാറത്ത് പർവ്വതത്തിന് മുകളിൽ ഉറച്ചു. ഇനി ഇളകത്തില്ല. യെസ്, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി നിന്നിലൂടെ നിവർത്തിയാകുമ്പോൾ നീ ചില ഇടങ്ങളിൽ ഉറയ്ക്കും. പിന്നെ അനങ്ങത്തില്ല. ഒരുത്തനും അനക്കാൻ വിചാരിച്ചാൽ പറ്റത്തുമില്ല. പെട്ടകം താഴ്വരയിൽ നിന്ന് ഉയർന്നപ്പോൾ ഇളകി ആടി. എല്ലാവരും വിചാരിച്ചു, അയ്യോ, പെട്ടകത്തിനൊപ്പം അകത്തുള്ളവരും പോകും. പലപ്പോഴും നീ ഇപ്പോൾ ഈ പദ്ധതിയിലേക്കകത്തായിരിക്കുമ്പോൾ, സഹോദരൻ നിന്നോട് നീ ദൈവിക പദ്ധതിക്കകത്താണ് ജോലി നഷ്ടപ്പെട്ട ആ പ്രശ്നത്തിലായിരിക്കുമ്പോൾ നീ തിരിച്ചറിയുക,
ദൈവം നിന്നിലൂടെ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. അപ്പോൾ പെട്ടകം ആടി ഉലയും, പ്രശ്നങ്ങളൊക്കെ വരും, തിരിച്ചറിയുക, അത് ഉറയ്ക്കുന്ന നാളുകൾ വരുവാൻ പോകുക. നീ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ആ പൊസിഷനിൽ പോയി ഉറയ്ക്കുന്ന, ആ രാജ്യത്ത് നീ എത്തുന്ന, ആ വാഗ്ദത്തം നീ പ്രാപിച്ചെടുക്കുന്ന, നീ ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലേക്ക് എത്തുന്ന നാളുകൾ വേഗത്തിൽ വരുവാൻ പോകുന്നു. ആമേൻ. പെട്ടകം ഉറയ്ക്കും, നിൻ്റെ ജീവിതം ഉറയ്ക്കും. ഈ ആടലും അലച്ചിലും എല്ലാം മാറും. താങ്ക് യു ലോർഡ്. അപ്പോൾ റെഡിയാണോ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ? പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഉപവാസം ക്രമീകരിക്കുന്ന കാര്യം, വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ഉണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ജോയിൻ ചെയ്ത് നോക്കൂ. വളരെ അനുഗ്രഹമായിരിക്കും. കടന്നു വന്നു. പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആരാധനയും വിടുതൽ ശുശ്രൂഷയും നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മറക്കണ്ട. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അപ്പോൾ ഇവരെ മുൻനിർത്തി അങ്ങ് ചില പദ്ധതികളെ വിഭാവനം ചെയ്ത് അത് നടപ്പിലാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ചിലയിടങ്ങളിൽ വല്ലാത്ത നിരാശയിലായിരിക്കുന്നു, വലിയ തകർച്ച മാത്രം കണ്ടായിരിക്കുന്നു. സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. തൊഴിൽ സംബന്ധമായി അവിധത്തിലായിരിക്കുന്നവർ സ്വർഗമങ്ങ് പുറത്തു കൊണ്ടുവരണമേ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. അപ്പാ, അങ്ങ് ഇവരെ മാനിക്കണമേ. അപ്പാ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി നൽകണമേ. ഇനി ആരുടെ മുമ്പിൽ കൈ നീട്ടുവാൻ അനുവദിക്കരുത് യേശുവേ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, സ്വർഗം പ്രവർത്തിക്കണമേ. എല്ലാ ബാധിപ്പുകളും മാറിപ്പോകട്ടെ. സ്വർഗീയ സമാധാനം ഇവരുടെ ജീവിതത്തിൽ അങ്ങ് പകരണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുപ്പാ, അങ്ങ് കൂടിയിരിക്കപ്പാ. യേശുവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴി തുറക്കണമേ. യേശുവേ, അപ്പോൾ ആ വിസകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസകൾ വരട്ടെ കർത്താവേ. സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഇവരിലൂടെ നടപ്പിലാകട്ടെ. അങ്ങ് മുൻകൈ എടുക്കുന്ന പുതിയ കാര്യങ്ങൾ ഇവരിലൂടെ നടപ്പിലാകട്ടെ. ഇവരുടെ ലൈഫ് മാറുന്ന, ഇവരുടെ ഉറച്ചു നിൽപ്പിന് കാരണമാകുന്ന, ഇനിയും ആടി ഉലയുവാൻ അനുവദിക്കരുത്. അപ്പോൾ അങ്ങ് കൂടിയിരിക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗബന്ധനങ്ങളും വഴിയട്ടെ. രോഗികൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവേ, ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ യേശുവേ, ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വസ്തുവകകളെ നൽകി മാനിക്കണമേ. അപ്പോൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടത്താൽ ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടകളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും ചേർന്ന് നിൽക്കുക. മെസ്സേജൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. നാളെ ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.